നമ്മൾ സാധാരണ ഇവിടെയൊക്കെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി പിന്നെ കോടതിയാണ് ശിക്ഷിക്കുന്നത്. അതേപോലെയാണോ അവിടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? അവിടെ പ്രോസിക്യൂട്ടറിന്റെ മുന്നിൽ ഹാജരാക്കും. എന്നിട്ട് ഞാൻ അകത്താകുന്നത് വ്യാഴാഴ്ചയാണ്. എന്നിട്ട് വെള്ളി ശനി കോർട്ടിൽ കൊണ്ടുപോയി പ്രോസിക്യൂട്ടർ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതേ ആയത്ത് വീണ്ടും ഓതി. ഈ ആയത്ത് ഓതിയതാണ് പ്രശ്നം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പൊക്കമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എൻ്റെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത് ഞാൻ കുറ്റം സമ്മതിച്ചു എന്നാണ്. ഞാൻ ഓക്കെ ഈ ആയത്ത് ഓതി എന്നുള്ള ആയത്ത് ഞാൻ വീണ്ടും ഓതി. ഒരു ആയത്ത് ഓതിയതാണോ കുറ്റം സമ്മതിക്കലെന്ന് എനിക്കറിയില്ല. ജഡ്ജി ഒന്നും ചോദിച്ചില്ല അങ്ങനെ ക്രോസ് വിസ്താരങ്ങളൊന്നും? നമുക്ക് വക്കീലിനെ വയ്ക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് വക്കീലിനെ വെക്കാൻ പറ്റും. പക്ഷെ ദുബായിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ അറബി അവിടുത്തെ ലോക്കൽസിനെ വക്കീലായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ ലോക്കൽസ് ആരാണ്? മുസ്ലിമാണ്. അപ്പോൾ അവൻ എനിക്ക് വേണ്ടിയിട്ട് എന്നോട് ഒന്നുകിൽ പറയും മാപ്പ് പറയുമെന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് വാദിക്കൊന്നുമില്ല. മാക്സിമം പൈസ അവൻ എടുക്കും. പിന്നെ ഈ ജഡ്ജിൻ്റെ അടുത്ത് പോയപ്പോൾ ജഡ്ജി മുഹമ്മദ് നബി പീസ് ബി അപ്പോൺ ഹിം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് ഭയങ്കര ഭീകരവാദിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത് ജഡ്ജിയായിട്ട്. അതോടുകൂടി നമ്മൾ എന്നോട് 2 ചോദ്യം ചോദിച്ചു. അതായത് ഞാൻ ചെയ്ത ഒരേ കുറ്റത്തിനെയാണ്, കുറ്റമെന്ന് പറയാൻ പറ്റില്ല, അവരുടെ രാജ്യത്ത് അത് കുറ്റമാണ്. അതായത് നബിയെയും നബിയുടെ അനുചരന്മാരെയും ഭാര്യമാരെയും അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു. രണ്ടാമത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനിച്ചു. ഈ 2 ചാർജാണ് എനിക്ക് കിട്ടത്. എന്നോട് ചോദിച്ചു ഇത് 2 ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു. കാരണം പെട്ടെന്ന് അപ്പോഴുള്ള മറ്റേ കോൺസുലേറ്റുകാരൻ എന്നോട് പറഞ്ഞത് കോൺസുലേറ്റുകാരനും അവനെയും അയാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക 3 മാസവും ഫൈൻ എന്നാണ്. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു അയാൾ ചിലപ്പോൾ ഇനി മാസമായിട്ട് മാറിയതായിരിക്കും. എന്തായാലും അത് 3 വർഷമായിരുന്നു അടിച്ചത്. മറ്റുള്ളവർക്കൊക്കെ 8 മാസം 9 മാസം വിചാരണ അവർക്കൊക്കെ ശിക്ഷ ഒരു വർഷത്തെ ശിക്ഷക്കൊക്കെ വിചാരണ എന്ന് പറഞ്ഞാൽ 8-9 മാസത്തെ വിചാരണ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ ഒറ്റ കോർട്ട് ഓക്കെ എനിക്കുള്ള അടിച്ചു തന്നു. 3 വർഷം. ഈ പുതിയങ്ങാടി മിക്കവാറും ഈ പിന്നെ മതവിശ്വാസികളെ രോഗികളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ രോഗം ഇപ്പോൾ ഒരു സ്ഥലത്ത് ജയിലിൽ കിടന്നു, ഇവിടെ കേരളത്തിലുണ്ട്. തമ്മിൽ ഭേദം എവിടെയാണ്? കേരളത്തിലാണോ അതോ അവിടെയാണോ? പിന്നെ ഈ മതരാജ്യമായ പിന്നെ ദുബായിൽ തന്നെയാണോ രോഗം കൂടുതലുള്ള രോഗികളുള്ളത്? ഈ ദുബായിൽ എന്ന് പറഞ്ഞാൽ ദുബായിൽ ഇവിടുത്തെ പോലെയല്ല. ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി നിലനിൽക്കുന്ന, അതായത് അവിടെ കൂടുതൽ കളിക്കാൻ പറ്റില്ല. അവിടെ രാജാവ് പറഞ്ഞ പോലെ കേൾക്കുക എന്നുള്ളതാണ്. അവിടെ ആർക്കും കൂടുതൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരുടെ പരിമിതികൾ മനസ്സിലാക്കുക. ആ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ കുറേ അറബികളൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇതാണ് കുറച്ചും കൂടി. പക്ഷേ ജയിലിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് അറബികളൊക്കെ അങ്ങനെയൊന്നുമില്ല. മലയാളികളും അറബികളൊക്കെ കണക്കാണ്. എല്ലാവരും അവരവരുടെ ഇതിലെത്തുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ മറ്റേ ക്രിമിനലുകളുമായിട്ട് കൂടി ജീവിച്ചത് കൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എല്ലാത്തിൻ്റെ പരിച്ഛേദമാണല്ലോ. അത് അവരുടേതായ ഇതിൽ എല്ലാവരും മറ്റേ പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ മറ്റേ വീട്ടിൽ കയറി ചെന്നാൽ അതേ മുഖമാണ്. പുറത്ത് ചിലപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുന്നുള്ളൂ. മലയാളികളാണല്ലോ ജയിലിലെത്തിക്കുന്നത്. പിന്നെ അവിടുത്തെ രാജ്യത്തെ നിയമം അനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ മലയാളികളാണ് പിന്നെ പുതിയങ്ങാടിക്കെതിരെ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ SDPI പോലുള്ള മുസ്ലിം ലീഗിൻ്റെ പിന്നെ സംഘടനയുടെ പേര് പറഞ്ഞു, ഇവരൊക്കെ കൂടെ ചേർന്നാണല്ലോ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏത് രീതിയിലും ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ചിനും ഒക്കെ വേണ്ടിയിട്ട് സ്ഥിരം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നവരാണ് ഇവരെല്ലാം. അപ്പോൾ വേറൊരു മതരാജ്യത്ത് അവരുടെ ഒരു മതരാജ്യത്ത് ഒരാളെ കിട്ടിയാൽ ഈ രീതിയിൽ അവർ ജയിലിലേക്ക് അവരെ അയക്കും. അതിനുള്ള പരാതി കൊടുത്ത് സ്വാധീനിക്കേണ്ടടുത്ത് സ്വാധീനിച്ച് പൊളിറ്റിക്കലായിട്ടും മതപരമായിട്ടും പിന്നെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഒരാളെ അതോട്ടിറക്കും. ഈ ഒരു ഇരട്ടത്താപ്പ് ഇപ്പോൾ മലയാളികളായിട്ടുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സെക്കുലർ ചിന്താഗതിയുള്ള മുസ്ലിം ഭീകര സംഘടനകളുണ്ട്. ഈ SDPI സെക്യുലർ എന്നും സെക്കുലർ അല്ല, അവർ അവകാശപ്പെടുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും അതാണ് എനിക്ക് പറയുന്നത്. എനിക്ക് RSSനോടും മറ്റേ ഈ
പോപ്പുലർ ഫ്രണ്ടിനോടൊക്കെയുള്ള ഒരു ബഹുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് അവർ വളരെ വ്യക്തമായിട്ട് പുറത്ത് പറയുന്നുണ്ട്. മറ്റുള്ളവർ ഉള്ളിലുള്ളത് മറ്റേ ഈ മാധ്യമത്തിൻ്റെയൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമി ഇതിൻ്റെയൊക്കെ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഗൾഫിനായിട്ടും കൂടുതൽ താരതമ്യം ചെയ്യേണ്ടത് തുർക്കിയാണ്. തുർക്കി എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഇന്ത്യയോട് സമീകരിക്കാവുന്ന ഒരു രാഷ്ട്രമാണ്. മുമ്പൊക്കെ തുർക്കിയിലൊക്കെ തലയിൽ തട്ടമിടുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിക പ്രകടനങ്ങളൊക്കെ വിലക്കിയ ഒരു രാജ്യമായിരുന്നു തുർക്കി. ഇന്ന് അവിടുത്തെ ഈ മാധ്യമത്തിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു രൂപമായ അവരവിടെ കയറിയിട്ട് ഇപ്പോൾ ആഗ്യ സോഫിയ വീണ്ടും അത് ആദ്യം മറ്റേ ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. എന്നിട്ട് അവിടെ മുഹമ്മദ് കമാൽ പാഷ വന്നിട്ട് അത് മ്യൂസിയം ആക്കി മാറ്റി. ഇനി നിങ്ങളുടെ ക്രിസ്ത്യാനിക്കും വേണ്ട മുസ്ലിമിനും വേണ്ട എല്ലാവരും പോയി സന്ദർശിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും കേൾക്കുന്നു, വീണ്ടും അവിടെ ഇങ്ങനെ ആദ്യം ആഗ്യ സോഫി കഴിഞ്ഞു, വീണ്ടും ഇങ്ങനെ ഓരോ പള്ളിനെ മ്യൂസിയം ആക്കിയത് വീണ്ടും മുസ്ലിം പള്ളി ആക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ജമാഅത്ത് ഇസ്ലാമിനെ കാണുന്ന തുർക്കിയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താണ് മറ്റേ തീവ്രവാദ മുഖവും, അതായത് മറ്റേ അവരുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് എന്താണ് സ്വാധീനമുള്ള നാട്ടിൽ മതത്തിൻ്റെ എന്താണ് മതപ്രകടനം വേണം, മതത്തിൻ്റെ എന്താണ് മേധാവിത്വം വേണം. പക്ഷേ ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത നാട്ടിൽ മറ്റുള്ളവരൊക്കെ മതേതരം പറയണമെന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. അത് വേറൊരു ഭാഷയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് എൻ്റെതായൊരു ഭാഷയുണ്ട്, പക്ഷെ നമ്മുടെ സദസ്സ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വേറൊരാൾ അങ്ങനെ അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് അവർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഇരട്ടത്താപ്പ് നമ്മളും കൂടി പകർത്തണം എന്നുള്ളതുമല്ല, അതും തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ തെറ്റുകൊണ്ടല്ല മറുപടി പറയേണ്ടത് എന്നുള്ളത് വേറൊരു വിഷയം. ഖാദറിന്റെ ഈ ജയിൽ പീഡനങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ പറയുക. നമ്മളിവിടുത്തെ ജയിൽ പീഡനങ്ങൾ പലതും നമ്മൾ വായിച്ചു കേട്ടോട്ടെ, പല ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉള്ള ഇതും പറയാൻ പറ്റുമെങ്കിൽ പറയുക. ഖാദർ ജയിലിൽ പോകുമ്പോൾ പുറത്ത് ഇറങ്ങുമെന്ന് കരുതിയിരുന്നു, ഇറങ്ങാൻ പറ്റുമെന്ന് കരുതിയിരുന്നു? ആദ്യം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല. കാരണം ഇവരെ തട്ടിക്കളയുന്നുള്ളതൊക്കെ അന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഇതിൽ നോക്കുമ്പോൾ ഒന്നാമത് ദുബായ് ഒരു ടൂറിസ്റ്റ് പുറമേയുള്ള ആളുകൾ ആകർഷിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ ജയിലിനകത്തൊരു സിസ്റ്റമുണ്ട്. ഇപ്പോൾ ജയിലിനകത്ത് എംബസിക്കാർ വരും, കോൺസുലേറ്റുകാർ വരും, എല്ലാ രാജ്യക്കാരൊക്കെ വന്നിട്ട് ഇടയ്ക്ക് അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ വന്നിട്ട് സന്ദർശിച്ചു പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ കളികളൊന്നും നടക്കില്ല. പക്ഷേ അവരുടേതായ അവർക്ക് പറ്റാവുന്ന അടിയൊക്കെ നടന്നിട്ട് എല്ലാവരും കൂടി ഒരു ചേംബറിൽ കൂടി എല്ലാവരും കൂടി എന്തോ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ പോലീസുകാരൻ പറഞ്ഞതാണ് ഇങ്ങനെ ജയിലിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഞാനും പോലീസും തമ്മിലുള്ള ഈഗോ പ്രശ്നമായി. പോലീസുകാരനോട് ഞാൻ പലതും പറഞ്ഞു. അങ്ങനെ പോലീസുകാരൻ ഞാൻ ആ പുറത്ത് നിൽക്കുമ്പോഴാണ് പോലീസുകാരൻ ചേംബറിൽ നിന്ന് വന്നിട്ട് പറഞ്ഞത്. ഞാനപ്പോൾ സ്ഥലത്തില്ല, ഞാൻ അപ്പുറത്താണ്. എന്നിട്ട് അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഞാനവനെ അകത്ത് കയറ്റിവിടും നല്ലോണം പൂഷിക്കോ എന്ന് പറഞ്ഞു പോലീസ്. എന്നിട്ട് ഞാൻ അകത്ത് കയറി വന്ന് എന്നോട് ചോദിച്ചു, നീ നബിയെ അപമാനിച്ചില്ലടാന്ന് ചോദിച്ചു, നബി തെറി പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേറൊരു മൂഡിലായിരുന്നു. ഞാൻ പറഞ്ഞു, തെറി വിളിച്ചു, ഇനിയും തെറി വിളിക്കും. പിന്നെ അതൊരു സ്ത്രീവിരുദ്ധമായൊരു ഭാഷയാണ്, മറ്റെന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ ഉണ്ടെങ്കിൽ വന്ന് അടിയിടാന്ന് പറഞ്ഞു. അവർ നന്നായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് അന്ന് രാത്രി എന്നെ കുറേ നേരം വിലങ്ങൊക്കെ ഇട്ട് ചേംബറിന് പുറത്തൊക്കെ നിർത്തി. എന്നിട്ട് രാത്രി 11 മണിയായപ്പോൾ എന്നെ വീണ്ടും അകത്ത് കയറ്റിയപ്പോൾ ചേംബറിലുള്ള എല്ലാവരും പറഞ്ഞു, ഇനി ഇവിടെ വെക്കാൻ പറ്റില്ല, പിന്നെ പുറത്തു വിടണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോലീസുകാർക്ക് എല്ലാവരും ടോട്ടൽ 6 ചേംബറുണ്ട്. 6 ചേംബറിൽ 300 ആൾക്കാരുണ്ടാവും. എല്ലാം പരസ്പരം ലോക്കാണ്. എന്നിട്ട് വേറെ ചേംബറിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചേംബറിൽ ഇവനെ കയറ്റാൻ പറ്റില്ല, എവിടെയും ഇവനെ കയറ്റാൻ പറ്റില്ല. എന്നിട്ട് ഒരു ചേംബറിൽ അവസാനം പോലീസുകാരൊക്കെ പറഞ്ഞ് ഒരു ചേംബറിൽ കയറ്റാന്ന് പറഞ്ഞ് ധാരണയായിട്ട്. അപ്പോൾ ഫോർമാൻ ആ ചേംബറിലുള്ള ആൾക്കാരെന്നോട് ചോദിച്ചു, മറ്റേ ചേംബറിൽ 54 ആൾക്കാരാണുള്ളത്, ഈ ചേംബറിൽ 60 പേരുണ്ട്, നിനക്ക് താങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉറക്കം വന്നിട്ട് എനിക്ക് ഉറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, താങ്ങാണെങ്കിൽ താങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി കിടന്നു. എന്നിട്ട് പിറ്റേ ദിവസം പോലീസ് വന്ന് എന്നിട്ട് എന്നെ നേരെ ജയിൽ ക്യാപ്റ്റൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ 4 ബിൽഡിംഗ് ഉണ്ട്, 4 ബിൽഡിങ്ങിനും കൂടി ഒരു ക്യാപ്റ്റനാണ്. എന്നിട്ട് ജയിൽ ക്യാപ്റ്റൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ചോദിച്ചെന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനൊരു ലെറ്റർ എഴുതിയിരുന്നു. ആ ലെറ്ററിൽ ഇങ്ങനെ മുസ്ലിങ്ങളൊന്നും ഒരു
മനുഷ്യനൊരു സമാധാനം വേണ്ടി. ജയിലിനകത്തും ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ, ജയിലിനകത്ത് പറയുന്നത് എന്നെ നീ കൊല്ലപ്പെടേണ്ടവനാണ്, നീ കൊല്ലപ്പെടേണ്ടവനാണെന്ന് ഇങ്ങനെ ദിവസം ഇങ്ങനെ വന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം. എന്നിട്ട് ഞാനത് ഫോർമാനോട് പറഞ്ഞ് ഈ കത്ത് എഴുതിയിട്ട് നീ ക്യാപ്റ്റന് കൊടുക്കണം എന്ന് പറഞ്ഞ കത്ത് എഴുതി. അതിൽ ഞാനിങ്ങനെ ഹദീസ് നബിയെ കുറ്റം പറഞ്ഞ ആളെ ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയെ കഴുത്ത് മറ്റേ വയറിൽ കത്തി കയറ്റിയിട്ട് കൊല്ലുന്ന ഒരു രംഗമുണ്ട് ഹദീസിൽ. ആ ഹദീസ് പ്രകാരം എന്നെ നിങ്ങൾ അവിടുത്തെ മുറ്റമുണ്ട്, മറ്റേ ഞങ്ങളൊക്കെ ഇടയ്ക്ക് പുറത്തു വിടും, ആ മുറ്റത്തിൽ എന്നെ കെട്ടിയിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റേ ലെറ്റർ ഞാൻ പോലീസിന് അവിടുത്തെ ക്യാപ്റ്റൻ എഴുതി. പക്ഷേ ആ ഫോർമാൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കത്തൊക്കെ. അപ്പോൾ ഈ പ്രശ്നങ്ങളായപ്പോൾ ഫോർമാൻ പോലീസിനോട് പറഞ്ഞു ഇവനെ കത്ത് എഴുതിയതുകൊണ്ടാണ് ഇവനെ തല്ലിയത് നോക്കി. അപ്പോൾ പോലീസ് ചോദിച്ചു നീ കത്ത് എഴുതിയിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതിയിരുന്നു. അപ്പോൾ കത്ത് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അത് ആ പറഞ്ഞവരോടാണ് പോയിട്ട് ചോദിക്കേണ്ടത്. അവൻ്റെ അടുത്ത് ആ കത്തൊക്കെ വാങ്ങിച്ചിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് കൊണ്ടുപോയി. എൻ്റെ ഇംഗ്ലീഷ് ശരിയല്ലാഞ്ഞിട്ടാണെന്ന് അറിയില്ല, ക്യാപ്റ്റനും ഇംഗ്ലീഷൊന്നും അറിയില്ല, അറബിയാണ്. ഇത് ക്യാപ്റ്റൻ്റെ വേറൊരു പോലീസ് ഓഫീസറുണ്ട്, അപ്പോൾ അവൻ മുലാസിം എന്നാണ് പറയാം, അറബിയിൽ പോലീസ് ഓഫീസറിനെ മുലാസിം എന്നാണ് പറയാം. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് വായിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താണ് എഴുതിയത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. നബിയുടെ ചര്യ പിൻപറ്റിയിട്ട് നിങ്ങൾ എന്നെ അവിടെ ജയിലിലിട്ടിട്ട് പീഡിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നെ കൊന്നാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്തിനാണ് അനാവശ്യമായ പുസ്തകങ്ങളൊക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതൊക്കെ ഉള്ളതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ ലൈബ്രറി ഉണ്ട്, ജയിലിൽ ലൈബ്രറിയിലുള്ള സാധനമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് നോക്കാം വായിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു മുസ്ലിം അല്ലാതെ നീ എന്തിനാണ് ഇതൊക്കെ വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാനിതൊക്കെ വായിച്ചിട്ടാണ് മുസ്ലിം അല്ലാതായത്, അപ്പോൾ എനിക്കിത് പറയാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ക്യാപ്റ്റൻ എന്നിട്ട് അതിൽ വേറെന്ന് പറയുന്നുണ്ട് മുസ്ലിങ്ങളെ മറ്റേ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നും. അല്ല നീ നബിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടുണ്ടല്ലോ നീ ഇതിൽ എഴുതിയിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, മുസ്ലിങ്ങൾ നബിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതിൽ എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊരു ക്യാപ്റ്റൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണല്ലേ പറഞ്ഞു. എന്നെ ജയിലുണ്ട്, അവിടെ ജയിലിനകത്ത് കുഴപ്പങ്ങളുണ്ടാക്കിയാൽ പിന്നെ ഒറ്റക്ക് കൊണ്ടിടും. ആ ഒരു സെല്ലിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അകത്ത് വിളിച്ചൊന്നും ഉണ്ടാവില്ല, വിളിച്ചൊക്കെ പുറത്ത്. എന്നിട്ട് എന്നെ നേരെ അവിടെ കൊണ്ടുപോയിട്ടു. അതിൻ്റെ 2 മാസം 10 ദിവസം അതിനകത്ത് ഞാൻ ഒറ്റക്ക് കിടന്നു. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ജയിലിലൊക്കെ ആൾക്കാരൊക്കെ ജയിലിനകത്ത് അങ്ങനെയുള്ളൂ, പിന്നെ നമ്മൾ പിന്നെ വലിയ ഗുണ്ടൊക്കെ ആയി മാറി. അപ്പം പിന്നെ ഞാനും വിചാരിച്ചു ഓക്കെ അപ്പം അങ്ങനെ ഒരു സമാധാനം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ, നമ്മളും അങ്ങനെ തന്നെ എന്താ ചെയ്യുക, ജയിലിലെ രീതികളിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോവുക. കാരണം ജയിലിനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ മറ്റേ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ പുറത്ത് ഉള്ള ഒരുപാട് ഫെസിലിറ്റീസ് ജയിലിലില്ലല്ലോ. അപ്പോൾ ജയിലിനകത്ത് ചേംബറിൽ നമുക്ക് ചൂടുവെള്ളം, TV ഈ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഏകാന്ത തടവിൽ ഇതൊന്നും കിട്ടില്ല. ചൂടുവെള്ളമോ മറ്റേ ഓവന് മറ്റേ ഭക്ഷണം ചൂടാക്കാനുള്ള ഓവൻ കിട്ടും, ഇതൊന്നും മറ്റേ ഏകാന്ത തടവിൽ കിട്ടില്ല. പിന്നെ മറ്റേ ജയിലിനകത്ത് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഒരു 4-5 മീറ്റർ നടക്കാം. പക്ഷെ അതിനെ സെല്ല് പൂട്ടിയിടല്ലേ, നമുക്ക് നടക്കാനും പറ്റില്ല, പിന്നെ മുറ്റത്ത് പോകാൻ പറ്റില്ല, ഹോസ്റ്റലൊന്നുമില്ല, വെളിച്ചൊന്നും കാണില്ല. അപ്പോൾ എന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിപ്പോൾ മുസ്ലിമായ ആര് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കും ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുള്ള ഒരു ബോധം അവനുണ്ട്. അപ്പോൾ ഈ ഫോർമാൻ ആയാലും ഉണ്ട്. കാരണം ഇവൻ എന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏകാന്ത തടവിൽ പോയിട്ട് തിരിച്ചവനെ വേറെ ഇതിലോട്ട് മാറ്റുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ അതിനകത്ത് ജീവിച്ചു പോയത്. കാരണം ഫെസിലിറ്റീസുകൾ നഷ്ടപ്പെടും മനുഷ്യന്മാർക്ക് അടിയുണ്ടാക്കി കഴിഞ്ഞു. പുതിയങ്ങാടിക്ക് ഒറ്റ കൊടുത്തതും മലയാളികളാണ് ആണല്ലോ. അതോടൊപ്പം തന്നെ ഈ പുതിയങ്ങാടിക്ക് ഒരു സപ്പോർട്ട് ശക്തമായി ഉണ്ടായതും മലയാളികളുടെ ഇടയിലാണ്. നല്ലൊരു ക്യാമ്പ് നടത്തുന്നുണ്ട്, ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കേസ് പറഞ്ഞുതരാം. ഇപ്പം നാസ്തിക് നേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടന തന്നെ ഒരു ക്യാമ്പയിൻ ചെയ്യുകയും ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി കണ്ണൻ ശ്രീറാമൻ ഇവിടെ ഇരിപ്പുണ്ട് പുള്ളി. അത് ഞങ്ങളത് മന്ത്രാലയത്തിന് കൊടുക്കുകയൊക്കെ ചെയ്ത് അത് എത്തിസ്റ്റ് അലയൻസ് ഇൻ്റർനാഷണൽ അവർ UN ഉള്ള സംഘടനയാണ്. അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലായിട്ടുണ്ട്. അതുപോലെ പല യുക്തിവാദ സംഘടനയും സ്വന്തം സംഘടനയും കേരളത്തിൽ പുതിയങ്ങാടിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ഇപ്പം പുതിയങ്ങാടിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം, അതായത് പുതിയങ്ങാടിയുടെ ഇപ്പോഴത്തെ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന പല സ്വതന്ത്ര ചിന്താ ഗ്രൂപ്പുകളും ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെയാണ് ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് തിങ്കളാഴ്ച ഞാൻ വ്യാഴാഴ്ചയാണ് അകത്ത് കയറും. തിങ്കളാഴ്ച എൻ്റെ പേര് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നെ പുറത്തുവിടാനായിരിക്കുന്ന വിളിക്കുന്നു വിചാരിക്കുന്നു. കാരണം അപ്പോഴല്ല ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ പങ്കാളിയും കുട്ടിയൊക്കെ ഉണ്ടാവും. അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. വിളിക്കാനുള്ള സൗകര്യം ഉണ്ട്, പക്ഷേ ഞാൻ കയറിയതൊരു നല്ലൊരു പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ വിളിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഇവരെ ഇപ്പോൾ എൻ്റെ ആകെ ടെൻഷൻ ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഞാനകത്താണ്, കുഴപ്പമൊന്നുമില്ല, ഫുൾ പോലീസ് സെറ്റപ്പ്, ഫുൾ സെറ്റപ്പാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോഴാണ് കോൺസുലേറ്റിൻ്റെ ഒരാൾ വന്നതും അതൊക്കെ നിങ്ങൾ മറ്റേ പുറത്തുനിന്നുള്ള ഈ പ്രവർത്തനങ്ങളുണ്ട്. ആരാണ് പലരും നമ്മളൊരാളെ പേര് പറഞ്ഞാൽ പറയും മറ്റാൾക്ക് വിഷമം. അപ്പോൾ അതൊന്നും എനിക്ക് ആരൊക്കെയോ നല്ല മനുഷ്യർ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വന്നു അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സഹായം വേണം, കാരണം എൻ്റെ വീട്ടിലോട്ട് വിളിക്കണം, അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഒന്നാം മൊബൈൽ പോയതുകൊണ്ട് അപ്പോഴാണ് നമുക്ക് ഈ മൊബൈലിൻ്റെ കാരണം നമുക്ക് നമ്പറൊന്നും ഓർമ്മയില്ല, ഒരു നമ്പറും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ പെങ്ങളുടെ നമ്പർ മാത്രമാണ് ഒരു 10 വർഷം പഴക്കമുള്ള നമ്പറുള്ളത്. അപ്പോൾ ആ നമ്പർ മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഞാൻ പറഞ്ഞു പെങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ വീണ്ടും അടുത്ത തിങ്കളാഴ്ച അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചു, അവരൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു ആ സമയത്ത് എനിക്ക് കിട്ടിയ നല്ലൊരു കാര്യമായിരുന്നു. അതുമാത്രമല്ല, പിന്നീട് ഞാനൊരു കത്ത് കൊടുത്തയച്ചിരുന്നു. ആ കത്ത് ഭയങ്കര വൈറലൊക്കെ ആയി. എന്നിട്ട് ഞാനിത് ഇവിടെ അടിയൊക്കെ നടന്ന് അകത്തായി എന്ന് പറഞ്ഞല്ലോ, ജയിലിനകത്തുള്ള അകത്ത്. അപ്പോൾ അകത്തായിട്ട് അപ്പോഴാണ് കോൺസുലേറ്റ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ക്യാപ്റ്റനൊക്കെ വന്നിട്ട് കോൺസുലേറ്റ് അവിടെ മറ്റേ കോൺഫറൻസ് റൂമുണ്ട്, സ്കൈപ്പിലാണ് കോൺഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ പോലീസുകാരെ മറ്റേ ക്യാപ്റ്റനൊക്കെ വന്ന് നോക്കുന്നുണ്ട്, ഇവനെങ്ങനെ ഇത് മറ്റേ ഇവിടെ അടിയുണ്ടായതൊക്കെ. കാരണം അകത്തായതൊക്കെ ഇവരെങ്ങനെ കോൺസുലേറ്റുകാരെ അറിയുന്നു, പക്ഷെ കോൺസുലേറ്റുകാർക്ക് ഇതറിയില്ല, അവർ വേറെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ പുറത്തെത്തിയിട്ട് സപ്പോർട്ട്, നമ്മൾ അങ്ങനെ ഒരാളുടെ സപ്പോർട്ട് വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്കിതൊരു ഇപ്പോൾ ഒരാൾ ഒരു സ്വതന്ത്ര ചിന്തയിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പുറത്തുള്ള ഒരാൾ സപ്പോർട്ട് ചെയ്യണമെന്നോ ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നോ പിന്നെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആര് മറ്റേ നല്ല കാര്യങ്ങൾ മതത്തിനെതിരെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ എപ്പോഴും ഉണ്ടാകും. അല്ലാതെ ചില ആൾക്കാർ അവൻ സംഖ്യയാണ്, ചില ആൾ എന്നോട് ചില സ്ഥലത്ത് പോകുമ്പോൾ പറയും അവൻ സംഖ്യയാണ്, ചില സ്ഥലത്ത് ജാതിവാദിയാണ്. എനിക്കതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്നെ ആര് വിളിച്ചാലും ഞാൻ വരും. അപ്പോൾ അത് എന്താണ് അങ്ങനെ സപ്പോർട്ട് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ചിന്ത ഒന്നുമല്ലല്ലോ. സ്വതന്ത്രം എന്ന് പറയുന്നത് നമ്മളൊരാളുടെ മുഖം നോക്കാതെ അഭിപ്രായം പറയുമ്പോഴാണ് സ്വതന്ത്ര ചിന്തകര ഫ്രീഡം ഓഫ് സ്പീച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലാതാണ് തോന്നുന്നത്. സപ്പോർട്ട് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതൊരു വിഷയമല്ല. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളിയുടെ ഒരു അഭിപ്രായം, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അതായത് അത് ജയിൽ ജീവിതം കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ആ സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതെന്നുള്ളവർ? അങ്ങനെ പങ്കാളി അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം വീട്ടുകാരൊക്കെ എന്നെ നന്നായിട്ട്, എനിക്കിപ്പോൾ സാമ്പത്തികമാണ്, എനിക്കൊന്ന് 10 പൈസ തരില്ലെങ്കിലും അവർക്ക് എൻ്റെ കുടുംബങ്ങൾക്കൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനൊരു ഇപ്പം ഞാൻ മറ്റേ എപ്പോഴും പറയും, ഞാൻ എന്നെ 2 വർഷം ജയിലിലിട്ടിട്ട് ഞാൻ മാറിയിട്ടില്ല, പിന്നെയാണ് നിങ്ങളിങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ മാറാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പങ്കാളികൾക്കുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നം ഞാനായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം. പിന്നെ എല്ലാവരും നീ അവനെ നന്നാക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ പങ്കാളി ചോദിക്കത്ര, നിങ്ങളെ മക്കളായിട്ട് നന്നാക്കാൻ പറ്റുന്നില്ല, കുടുംബക്കാരായിട്ട് നന്നാക്കാൻ പറ്റുന്നില്ല, പിന്നെ കയറി വന്നാൽ ഞാനെന്ത് നന്നാക്കാനാണ്? ഇനി ഗൾഫിൽ നിന്നല്ല, അതിനൊരു മുസ്ലിം രാജ്യത്തും ജോലി എടുക്കണമെന്ന് ആഗ്രഹമില്ല, താല്പര്യമില്ല. കാരണം മുസ്ലിങ്ങളുടെ അവരുടെ സമാധാനവും സന്തോഷവും ആവോളം അറിഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സന്തോഷവും സമാധാനം അറിയാൻ താല്പര്യമില്ല. മിസ്റ്റർ പുതിയങ്ങാടി, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദിയായത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചെറിയ വിവാദങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടു ചില കാര്യങ്ങളിൽ. അപ്പം ഏറ്റവും അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അത് താങ്കളുടെ ഒരു സ്ത്രീവിരുദ്ധ വാദിയാണ്. അത് വളരെ ശക്തമായിട്ടുള്ള വാദഗതികളുണ്ടായി. അപ്പം അത് ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറേ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം അത് നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാം. അലോസരപ്പെടുത്തുകയാണെങ്കിൽ വേണ്ട, ഞാനത് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അത്തരത്തിൽ അപ്പോൾ നിങ്ങൾക്ക് കുറിച്ചൊരു ഇങ്ങനെ ഒരു ആരോപണമുള്ള സ്ഥിതിക്ക് ഒരു എക്സ്പ്ലനേഷൻ സമൂഹത്തിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് യുക്തിവാദിയായത് അല്ലെങ്കിൽ നിരീശ്വരവാദിയായത്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. അതായത് ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരിക്കുന്നത് ഇസ്ലാമാണ് ഏറ്റവും സുന്ദരവും സത്യവും, ദൈവം ഈ ലോകം പടച്ചത് അള്ളാഹു ആണെന്നും
ഇങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കാത്തവരാണ് ആ മുസ്ലിങ്ങളെന്നും നമ്മളൊക്കെ അനുസരിക്കുന്നവരാണെന്നും എന്നുള്ള ചിന്താഗതി. ഇപ്പോൾ നമ്മൾ ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ വരെ മുസ്ലിങ്ങൾ അവൻ എന്തുകൊണ്ട് ആ മുസ്ലിമായിട്ട് മരിക്കുന്നുള്ള വിഷമം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പല മാനസിക പീഡനങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതേപോലുള്ളൊരു മാനസിക പീഡനം അനുഭവിച്ചിരുന്ന ഒരാളാണ് ഞാനും. അത് മറ്റുള്ളവരൊക്കെ മുസ്ലിം ആവാതെ മരിക്കുന്നല്ലോ എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഫ്രീ തിങ്കർ എന്നുള്ള ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഗ്രൂപ്പിനെ പറ്റി അറിയുകയും അപ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവരെ മുസ്ലിമാക്കാൻ വേണ്ടി വരികയും ചെയ്തു. അങ്ങനെ അന്ന് ഫേക്കിലും അല്ലാതെയും ഒക്കെയുള്ള ഒരുപാട് ഇസ്ലാമിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിതൊക്കെ ഈ അടിമ മുഹമ്മദ് നബിയുടെ യഥാർത്ഥ സ്വഭാവങ്ങളെ പറ്റിയിട്ടും, മുഹമ്മദ് ഇപ്പോൾ പലരും പറയുന്ന ചരിത്ര പുരുഷനായിരിക്കും, ഓക്കെ, ചരിത്രങ്ങളൊന്നും ആ ഒരു കഥാപാത്രം, ഇന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു സാധനം, ആ സാധനത്തിന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്ന് അവരുടെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അത് ഖുറാനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. അവർ ഹദീസൊന്നും വേണ്ട, ഖുറാൻ. അപ്പോൾ ഖുറാനിലെ യുദ്ധങ്ങളൊന്നുമല്ല, അത് മനസ്സിനകത്ത് നടക്കുന്ന സംഘർഷങ്ങളാണെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി വൽക്കരിച്ചത് ഇങ്ങനെ. അപ്പോൾ ഞാൻ പിന്നെ അതിലോട്ട് മാറി. ഇത് ഈ മറ്റേ യുദ്ധങ്ങളും പിന്നെ അടിച്ചമർത്തലുകളൊന്നും വേണ്ട, നമുക്ക് ഇതിലോട്ട് പോകാം. പിന്നെ അത് കുറേ വ്യാഖ്യാനിച്ചിട്ട് അതും ശരിയാവുന്നില്ല, എവിടെയൊക്കെയോ വീണ്ടും പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് യുക്തിവാദിയാവുന്നത്. പിന്നെ നമ്മൾ യുക്തിവാദിയാവെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി സ്വിച്ചിട്ട പോലെ എല്ലാം മാറണമെന്നൊന്നുമില്ല. നമ്മുടെ പിന്നെ ചിലർ മദ്രസയിൽ അയക്കാത്തതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മദ്രസയിൽ മാത്രമൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മളുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ വ്യക്തിവാദിയുള്ള പ്രശ്നം ക്ലിയർ ആയില്ലേ. രണ്ടാമത് സ്ത്രീ വിരുദ്ധനാണ് ഞാൻ. ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഫേക്കിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്നിട്ട് അവർ വളരെ സുന്ദരന്മാരായിട്ട് ജീവിക്കുന്നു, യാതൊരുവിധ കല്ലേറുകളും ഇല്ല. നമ്മളൊരു മനുഷ്യനാണ്, എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഒരാളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാളെ എനിക്ക് തിരിച്ചു പറയുമ്പോൾ തിരിച്ച് നമ്മൾ അയാളെ ഇത് ഒരു സംവാദമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യനാണ്, ഈഗോ ഉണ്ടാവും. നമ്മളുടെ ഈ മൈൻഡിൽ ചവിട്ടുമ്പോൾ നമ്മളുടെ ആ മൈന് ഓണാവും, നമ്മൾ പ്രകോപിതനാവും. പക്ഷെ ഞാൻ മാക്സിമം പ്രകോപിതനാവാതെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ഞാൻ ചില കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ സ്ത്രീ വിരുദ്ധതയോ അല്ലെങ്കിൽ ഒക്കെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ എൻ്റെ ഒരു നമ്മൾ ഒരു കാര്യം ഇത് ചിലർ പറയും ഞാനത് പറഞ്ഞ് മാറ്റാറില്ല, പക്ഷേ അത് എഫക്റ്റീവായിട്ട് നിന്നതുകൊണ്ടാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുറിച്ചിട്ട് തന്നെ അവിടെ അത് കയറ്റണം. കാരണം ആ വേദനകളിലൂടെയാണ് പലർക്കും തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് എന്നുള്ള രീതി കൊണ്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാറുണ്ട്. അത് ചില സമയത്ത് പറയും ഞാൻ സംഖ്യയാണ്, ഓക്കെ. ചില സമയത്ത് ഞാൻ സംഖ്യയോട് സുഡാപ്പിസം പറയും, ഞാൻ മറ്റേ സുഡാപ്പിയോട് സംഗീസം പറയും. പിന്നെ ചിലരോട് ഞാൻ സ്ത്രീ വിരുദ്ധത പറയുന്നു, ഓക്കെ, അത് പറയാറുണ്ടാവും ഇനിയും ചിലപ്പോൾ. പക്ഷെ നമ്മൾ ഇവിടെ ഞാനൊരു ഒരിക്കലും സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ടില്ല, ഓക്കെ, ഭാര്യ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ട്, പെട്ടെന്ന് വരുന്നതാണ് അത്. പെട്ടെന്ന് പങ്കാളി എന്ന് പറയുമ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ ഒരു യുദ്ധത്തിലും ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ചിലപ്പോൾ വെട്ടേണ്ടി വരും, കുത്തേണ്ടി വരും, കൊല്ലേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് മറ്റേ ഒരു സമാധാന അന്തരീക്ഷത്തിൽ അത് പറയുമ്പോഴാണ് പ്രശ്നം. യുദ്ധാന്തരീക്ഷത്തിൽ അതൊക്കെ ആവാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എന്നാണ് എനിക്കതിനെ പറ്റി പറയാനുള്ളത്. മിസ്റ്റർ പുതിയങ്ങാടി, നിങ്ങൾ വളരെ ചെറുപ്പമുള്ള ആളാണ്, വളരെ ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വർഷങ്ങളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 വർഷം മുമ്പുള്ള ഞാനല്ല ഇപ്പോഴത്തെ ഒരു ഞാൻ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വർഷങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഇവോൾവ്മെൻറ്റ്, നിങ്ങളിലുള്ള പരിമാണം വളരെ വലുതായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നല്ല ശക്തനായിട്ടുള്ള ഒരു സ്വതന്ത്ര ചിന്തക സമൂഹത്തിൻ്റെ ഒരു പോരാളിയാവാൻ വേണ്ടിയിട്ട് എല്ലാ ആശംസകളും ഞാൻ നൽകുന്നു. അപ്പോൾ പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ജനസമൂഹത്തിൽ ഉണ്ടാവുകയും അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്കിടയാവുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മളൊരാളെ നേതാവാക്കി കാണിക്കുകയും അയാളെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്തതിൻ്റെ ഇത് ഞാൻ അനുഭവിച്ചോളാം. ഇപ്പോൾ ഖാദർ അങ്ങനെ പറഞ്ഞു, ഓക്കെ, അത് ഖാദറിനോട് പോയി ചോദിക്കുക എന്ന് പറയല്ലാതെ നമ്മൾ ഇന്നൊരു കളക്റ്റീവായിട്ട് വീണ്ടും ഒരു മതത്തിൻ്റെ രീതിയിലോട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പം മുഹമ്മദ് പറഞ്ഞു, മുഹമ്മദിനെ നമ്മൾ ന്യായീകരിക്കുന്ന പോലെ ആരെയും ഒരാളെ ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളത് പറഞ്ഞു, അത് അയാളോട് പോയി ചോദിക്കുക എന്നുള്ളതല്ലാതെ നമ്മളതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഖാദർ ഒരു നല്ലവനാണ്, ഖാദർ ഒരു മനുഷ്യനും നല്ലവനല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാവർക്കും നന്മ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ വ്യത്യാസം ഉണ്ടാവും.
നമ്മളെല്ലാവരും കൂടി അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ എന്താണ് നിയമസഭയൊക്കെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നിയമസഭ ലോക്സഭയൊക്കെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോഴത്തെ നമ്മുടെ പരിമിതിയാണ്. നമുക്കത്രയും ഇനി കുറച്ചും കൂടി ടെക്നോളജി ഇതാക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടി അഭിപ്രായം ശേഖരിച്ച് അതിൽ എല്ലാവരും കൂടി നല്ലതെന്ന് തോന്നുന്ന അഭിപ്രായം സ്വീകരിക്കുമ്പോഴാണ്, അപ്പോഴാണ് എന്താണ് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടൊരു സമൂഹമായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്നാൾ എല്ലാവരും നല്ലവരാണെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ല. ഞാനൊരിക്കലും നല്ലവനല്ല, അങ്ങനെ നല്ലവനാകാൻ കഴിയൂല. അതുകൊണ്ട് അങ്ങനെ നല്ലവനാണ് എന്നുള്ള ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അത് സത്യമല്ല, അത് തെറ്റാണത്. നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല സ്ത്രീ വിരുദ്ധത. ഇപ്പോൾ ഒരുപക്ഷെ വാക്കുകൾ ഇപ്പം യുദ്ധത്തിൽ എന്താ പറയുക, പണ്ട് യുദ്ധത്തിൽ ആദ്യം തെറി പറഞ്ഞും അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചും അതിനുശേഷമാണ് പിന്നീട് ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വാക്കുകൾ മാത്രമാണ്, ചിലപ്പോൾ അത് വന്നിരിക്കാം. പക്ഷേ സ്ത്രീ വിരുദ്ധത പ്രവർത്തിച്ചിട്ടുണ്ടോ? സ്ത്രീ വിരുദ്ധത പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അറിവിന് ശേഷം സ്ത്രീ വിരുദ്ധത പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണിപ്പോൾ സ്ത്രീ വിരുദ്ധത? ഇപ്പോൾ ഞാൻ ഏറ്റവും എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിൻ്റെ മകൾ എല്ലാവരും മദ്രസയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഭാര്യ മതം? അതുകൊണ്ട് ഞാൻ സ്ത്രീ വിരുദ്ധനല്ലാത്തതുകൊണ്ടാണ്. ഞാൻ അവരായിട്ട് യാതൊരു വിധ എൻ്റേതായ ഒരു ബലപ്രയോഗമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ ചെലുത്താത്തത് കൊണ്ടാണ് അവരങ്ങനെ ആയിരിക്കുന്നത്. അതാണ് എൻ്റെ ശത്രുക്കൾക്കും എൻ്റെ മിത്രങ്ങൾക്കൊക്കെ മനസ്സിലാക്കണം ഞാൻ സ്ത്രീ വിരുദ്ധനല്ല എന്നുള്ള കാര്യം. അല്ലെങ്കിൽ പിന്നെ ഞാൻ മുമ്പ് എനിക്ക് ബോധം വന്നൊരു അത് ഞാൻ എൻ്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തതാണ്. ഞാനൊരു പ്രാവശ്യം പെങ്ങളെ എന്തിനോ തല്ലി. പക്ഷേ ഞാനത്ര തല്ലിയിട്ടും പെങ്ങൾ റബ്ബർ പോലെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു തല്ലുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ അതാണ് ഞാൻ ദുബായിൽ പ്രാവർത്തികമാക്കിയത്. എന്നെ അത്ര തല്ലിയിട്ടും കാര്യമില്ല, ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഒരാളെ തല്ലിയിട്ട് കാര്യമില്ല എന്ന് വരുമ്പോൾ അപ്പോഴൊക്കെയാണ് എനിക്ക് ഗാന്ധിസൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളൊരാളെ ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ തല്ലിയിട്ടോ ഒന്നും കാര്യമില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ പിന്നെ വേറെ ആളെ നമ്മൾ തല്ലിയിട്ട് നമ്മൾ നന്നാവില്ലെങ്കിൽ നമ്മൾ വേറെ ആളെ തല്ലിയിട്ട് നന്നാക്കാനും നോക്കില്ല. കാരണം നമുക്കറിയാം ഒരാൾ തല്ലിയിട്ട് നന്നാവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ തല്ലിയിട്ട് കാര്യമില്ലല്ലോ. എനിക്കൊന്ന് രണ്ട് കൗതുകമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ വീട്ടിൽ മടങ്ങി വന്ന ശേഷം മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ ആ എന്താ പറയുക അപ്രമാദിത്വം കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, എക്സ് മുസ്ലിംസുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അവരിൽ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഭയങ്കര ഒരു അഭിമാനിയാണ്. പിന്നെ കുറച്ചും കൂടി പൊങ്ങച്ചം പറയുന്നവനാണ്. ഞാൻ ലോകത്ത് 800 മില്യണിൽ ഒരാളാണ് എന്ന് പൊങ്ങച്ചം പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതിനേക്കാളും കൂടുതൽ താല്പര്യം ലോകത്ത് ബില്യണുകളിൽ ട്രില്യണോ എന്നല്ല എത്രയോ ട്രില്യണുകൾ നമുക്ക് എണ്ണാൻ പറ്റാത്ത ജീവികളിൽ ഒരുത്തനാണെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ എക്സ് മുസ്ലിംസിന് അങ്ങനെ സഹായമായിട്ട് ഞാൻ ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ജയിലിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടുകാരോടും സ്വയം എനിക്ക് സഹായം വേണമെങ്കിൽ ആവശ്യപ്പെടാമായിരുന്നു. അപ്പോഴും ഞാൻ മനസ്സിൽ കരുതിയത് എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ ഞാൻ കാതറിനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല ഗ്രൂപ്പുകാരാണ്. അപ്പോൾ പലരും അതിൻ്റെ പേരിൽ കേമത്തം നടിക്കരുത് എന്നുള്ളൊരു നിർബന്ധം, അല്ല അതിൻ്റെ പേരിൽ വിഭാഗീയത വളർത്തരുത് എന്നുള്ള നിർബന്ധം എനിക്ക് ജയിലിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇത് നോക്കാതെ അവർ ഇപ്പോൾ പറഞ്ഞു എംബസിക്ക് കാര്യങ്ങൾ അയച്ചിരുന്നു, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നല്ലാതെ ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് നേരിട്ടോ ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്, എൻ്റെ ബോധം. പിന്നെ രണ്ടാമത്തെ എന്താണ്, വീട്ടിലെത്തിയിട്ട് അപ്രമാദിത്വം എന്ന് പറയാൻ ഇല്ല. അങ്ങനെ ഒരു വീട്ടിലോ നാട്ടിലൊക്കെ ഞാൻ അങ്ങനെയൊന്നുമില്ല, അപ്രമാദിത്വമൊന്നുമില്ല. ഞാനിപ്പോൾ വീട്ടിലൊരു ജീവി എന്നുള്ള നിലയിൽ ജീവിച്ചു പോകുന്നു. ഇല്ല, പങ്കാളി എന്നെ മുന്നേ മൈൻഡ് ചെയ്യാറില്ല, ഇപ്പോഴും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ പെങ്ങന്മാർ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു വലിയേട്ടൻ അങ്ങനെയൊന്നുമില്ല. മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. മുമ്പ് ഇല്ല, അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. മുമ്പും ഞാൻ അങ്ങനെ ഒരാളെ ഇതാക്കണം എന്നുള്ള രീതിയിലൊന്നും പോയിട്ടില്ല. മതം വിടുന്നതിന് മുന്നേ പണ്ടാരെ പറഞ്ഞ പോലെ ഒരു യുക്തി അതിനെ പറ്റിയിട്ട് പറഞ്ഞ പോലെ സത്യമാണെന്ന് അറിയില്ല. മതം വിടുന്നതിന് മുന്നേ എൻ്റെ ഭാര്യ പങ്കാളി പറത്തിടും, മുഖം മറക്കില്ല, തലയിൽ തട്ടിടുള്ളൂ. ഞാൻ പറഞ്ഞു അന്ന് ഭയങ്കര മതം മൂത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് മുഖം മറക്കണം. അപ്പം എന്നോട് പറഞ്ഞു പോയി പണിയാക്കാൻ പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞു പറത്ത് നിന്നിട്ട് മോശമല്ലേ, എന്നോട് പറഞ്ഞു പോയി പണി നോക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ അതിൽ മേധാവിത്വമൊന്നുമില്ല, നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് മറ്റുള്ള നമ്മളിപ്പോൾ ഒരാൾ മേധാവിത്വം കാണിക്കണം, മറ്റുള്ളവർ അംഗീകരിക്കണ്ടേ? മറ്റുള്ളവർ അംഗീകരിക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ തിരിച്ചറിയ യാഥാർത്ഥ്യം നമുക്ക് എങ്ങനെ വീട്ടുകാരെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും? അവരാണ് അടിയുറച്ച മണ്ണൗതികളായ വിശ്വാസത്തിലിരിക്കുകയാണ്. ദൈവം രക്ഷിക്കും, ദൈവം നോക്കുന്നത് പറഞ്ഞ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുക. എത്ര വേണ്ട ഈ മണ്ണൗതികൾ എന്താ കണ്ണു തുറക്കാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എൻ്റെ ഉമ്മാക്കല്ലെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മ നിസ്കരിക്കുന്നതൊക്കെ ഈ നിസ്കരിക്കുമ്പോൾ കിബിലക്ക് മുന്നിടണം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കിബില എന്ന് പറഞ്ഞാൽ മക്കയിലോട്ട് മുന്നിട്ടിട്ട് വേണം നിസ്കരിക്കാനൊക്കെ. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, ഒരാൾ നിസ്കരിക്കുക എങ്ങനെയാണ് നിസ്കരിക്കുക എന്നുള്ളത്. പക്ഷെ എൻ്റെ നിസ്കരിക്കുന്നതൊക്കെ മുമ്പൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നിസ്കരിക്കുന്നത് പിന്നെ തോന്നിയ പോലെയാണ്, എങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് നിസ്കരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ പുതിയൊരു പരിപാടി? അപ്പോൾ പറഞ്ഞു എങ്ങോട്ടായാലും എങ്ങോട്ടും ദൈവമില്ലേ എന്നുള്ള ചോദ്യം. പിന്നെ വീട്ടുകാർ ഒന്നാമത് ഞാൻ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്തോ, സുഹൃത്തുക്കളൊന്നും ഇപ്പോൾ ഇല്ലാതായി. ഞാൻ 10 മാസം പറഞ്ഞിട്ട് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഒരാളുടെയും വീട്ടിൽ കയറുന്നില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് വേണം ബ്ലോക്ക് ചെയ്യാം, എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ മതം പറഞ്ഞിട്ട് തന്നെ മതത്തെ പറ്റി പറഞ്ഞിട്ട് തന്നെ എനിക്ക് കൂട്ടുകാർ എന്നോട് ഞങ്ങൾ കൂട്ടുകാരുണ്ടാക്കിയൊരു കമ്പനികളൊക്കെ ഉണ്ട്, എന്നോട് പറഞ്ഞു ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കമ്പനി നിയമത്തിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമില്ലല്ലോ, അല്ല നീ മാറണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരുമായിട്ടോ ബന്ധുക്കളായിട്ടൊക്കെ ബന്ധം കുറവാണ്. പിന്നെ വീട്ടിൽ നമ്മളങ്ങനെ എന്നോട് മതം പറയാറുണ്ടെങ്കിലും ഇപ്പോൾ എന്നെ അമ്മായി വാപ്പയൊക്കെ ഇങ്ങനെ പറയും മോനെ നിസ്കരിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കും. എന്താ ചെയ്യുക? ജയിലിൽ തന്നെ വാപ്പ, ഞാനിങ്ങനെ ജയിലിൽ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ പോയിട്ട് നിസ്കരിക്കും. ആകെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വാപ്പൊക്കെ വിളിക്കുന്നത്. അപ്പോൾ വാപ്പ പറയും പോയിട്ട് നിസ്കരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിവിടെ വളരെ പറയാൻ പാടില്ലാത്തൊരു ചീത്ത ഞാൻ വാപ്പനോട് പറഞ്ഞു. നിങ്ങളുടെ ദൈവത്തിന് അള്ളാഹുവിൻ്റെ ഡാഷ് പറഞ്ഞിട്ട് ഞാൻ വെച്ചു. കാരണം ഒരാൾ എന്താണ് ഈ അള്ളാഹുവിനെ കൊണ്ടാണ് ഞാൻ ഈ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നു, ഈ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നു. എന്നിട്ടും വീണ്ടും അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഗുരു അങ്ങ് വല്ലാതെ പൊട്ടിപ്പോയി. പൊട്ടിയെന്ന് പറഞ്ഞാൽ ആകെ ചിതറിപ്പോയി. എന്നിട്ട് ഞാൻ വാപ്പൊന്നും നോക്കാത്ത നല്ല തെറി വിളിച്ചു. എന്നിട്ട് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, വീട്ടുകാർ നമ്മളോട് മതം പറയണേ, പക്ഷെ വീട്ടിലെങ്ങനെ അത് മൊത്തം അതിനാണ് ഇപ്പം എന്താണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അത് നാട്ടുകാർ അറിയുന്നതും. പിന്നെ എന്താണ് ഇപ്പോൾ ഞാൻ അന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് മൊത്തം ഫേസ്ബുക്കിലൊക്കെ ഏകദേശമല്ല, വാട്സാപ്പിൽ ഫേസ്ബുക്കിനേക്കാളൊക്കെ ഫേസ്ബുക്ക് വായിക്കുന്ന ആൾക്കാരാണ് ഫേസ്ബുക്ക് നോക്കുന്നത്. പക്ഷേ ഈ വീഡിയോസ് കാണുന്നത് കൂടുതൽ ആൾക്കാരും വീഡിയോസ് കാണും. പ്രത്യേകിച്ചിന് വാട്സാപ്പിലൊക്കെ അത് നല്ലോണം സർക്കുലേറ്റ് ആവും. അങ്ങനെ മൊത്തമായിട്ടും എല്ലാവരും അവിശ്വാസികളാകണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. അങ്ങനെ ആവുമെന്നും തോന്നുന്നുമില്ല. അതൊക്കെ പടിപടിയായിട്ട് മാറും. ആ ഒരു ഭീകരതയും എന്താണ് ഇതൊക്കെ സത്യമാണെന്നുള്ളൊരു ബോധവും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാകുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയാൽ മതി എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ മാതാപിതാക്കളുടെ ഷെയർ കിട്ടില്ല എന്നുള്ള അതിനിപ്പോൾ നമ്മളിപ്പോൾ നിയമപരമായ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന കോടതിയിലല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ എക്സ് മുസ്ലിം തെളിയിക്കാൻ പറ്റും? ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പോരെ കോടതിയിൽ. ഇനിയിപ്പോൾ വാപ്പയ്ക്ക് സ്വത്ത് തരണമെന്ന് എഴുതി തരികയാണെങ്കിൽ മുസ്ലിം ആയാലും എക്സ് മുസ്ലിം ആയാലും എന്താണ് സ്വത്ത് എഴുതിക്കും, അത് അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. അത് നമുക്കിങ്ങനെ ഇടപെടാൻ പറ്റും. ഇനി അഥവാ കോർട്ടിലെത്തുകയാണെങ്കിൽ എന്താണ് ഇത് കോർട്ടിന് പോയി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പോരെ, അപ്പോൾ നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എക്സ് മുസ്ലിം ഞാൻ എന്താണ് കോടതിയിലും പോയിട്ട് നമുക്ക് കിട്ടാനുള്ളത് അർഹതപ്പെട്ട് നമ്മളിന്ന് വാങ്ങിക്കണം. അതിലൊന്നും എന്താണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെങ്ങനെയാണ് ഇപ്പോൾ എക്സ് മുസ്ലിം എങ്ങനെ പ്രശ്നമാവും? അത് പ്രശ്നമാവും തോന്നുന്നില്ല. അങ്ങനെ അത് ഇന്നലെ ഞാൻ ഇന്ന് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒരു ഷാദ് കലിമൊക്കെ ചൊല്ലിയിട്ട് ചെയ്താൽ പോരെ? അതിനെന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും വലിയൊരു വിഷയമുള്ള അങ്ങനെ. പിന്നെ ഇത്രയും മക്കളോടൊക്കെ അത്രയും എന്താണ് ക്രൂരമായിട്ട് പെരുമാറുന്ന മാതാപിതാക്കൾ ഉണ്ടാവാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനിതുവരെ വീട് കെട്ടി, എന്നോട് വാപ്പ മുമ്പേ പറയും നീ വീട് കെട്ട്. ഞാൻ പറയും ഞാൻ കേട്ടില്ല. കാരണം നാളെ ഞാൻ വീട് കെട്ടിയിട്ട് ആ പൈസയും കൂടി ഇറക്കിയിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. എൻ്റെ വീടിൻ്റെ പൈസ പോലും വാപ്പ പറയല്ല നിൻ്റെ പേര് എഴുതി തരാം എന്നിട്ട് കെട്ടുന്നൊക്കെ എൻ്റെ വാപ്പ പറയാറുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞില്ലേ? അത്
ഈ ജയിലിലായപ്പോൾ ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉമ്മ? ജയിലിലെ ഉമ്മ പറയും മറ്റേ എന്താണ് മകൻ ജയിലിലാണ്, പിന്നെ പെട്ടെന്ന് മറ്റേ മുടിയൊക്കെ നരച്ചു പോയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർക്ക് എന്തായാലും അപ്പം ഞാൻ വീട്ടുകാരോട് എപ്പോഴും പറയും ഇസ്ലാമിനെ പറ്റിയിട്ട് ഇങ്ങനെ കൂടുതൽ പുകഴ്ത്തും, ഇതുകൊണ്ട് നിങ്ങൾക്കൊരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതും കൂടി മനസ്സിലാക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ജയിലിൽ പോലീസ് ഓഫീസേഴ്സ് തന്നെ ഉപദ്രവിച്ചില്ല, കാരണം അവർക്ക് അത് ഉപദ്രവിക്കാൻ പറ്റില്ല. കാരണം അവിടെ മറ്റേ ഒരു വട്ടം ജോലി പോയി കഴിഞ്ഞാൽ പോയി, അവരുടെ ജോലിയാണ് മുഖ്യം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവൻ പറഞ്ഞിട്ട് തല്ലിച്ചിട്ടുണ്ട്, ഒരുത്തൻ പറഞ്ഞിട്ട് തല്ലിച്ചിട്ടുണ്ട്. പിന്നെ തല്ലിച്ചത് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് എൻ്റെ ശരീരത്തിലൊക്കെ മറ്റേ ഷർട്ടിലൊക്കെ രക്തം കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട് കേസെടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒമാനികൾ പറഞ്ഞത്, അതുവരെ ഒമാനികൾ എന്നെ ഒരു ശത്രുവായിട്ട് കണ്ടിരുന്ന എന്നോട് പിന്നീട് ഒമാനികളൊക്കെ ഭയങ്കര പിന്നെ അവർ സുഹൃത്തുക്കളായി മാറി എന്നോട്. അപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ നയങ്ങളും കുറേ കാരണമാണ് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ഈ പക വിട്ടാൽ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചും കിട്ടും. നമ്മൾ ഓക്കെ വിട്ടു, കിട്ടിയത് കിട്ടി, പോയത് പോയി.